മാങ്കൂട്ടം വിഷയം എന്നും ഇങ്ങനെ കത്തി നിൽക്കണമെന്ന് CPM-ന് വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അവർ പോലീസിനെ കൊണ്ട് പുതിയ പുതിയ പണികളെല്ലാം എടുപ്പിക്കുന്നത്. അതിനിടെ തനിക്കെതിരെ വന്ന കല്ലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദുബായിക്ക് പറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണിക്കൂറുകൾ കൊണ്ടാണ് കടകംപള്ളിയെ ജയിലറക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അതിനുവേണ്ടി മാങ്കൂട്ടം എന്ന തുറുപ്പ് ചീട്ട് CPM കൃത്യസമയത്ത് ഇറക്കുകയും ചെയ്തു. അവിടം കൊണ്ടും നിർത്തിയില്ല. ED ഞങ്ങളെ തുറങ്കിലടക്കാൻ നോക്കുകയാണ്, ഇത് കേന്ദ്രം ചെയ്യുന്ന പണിയാണ്, ഈ ED നോട്ടീസിൽ പറയുന്നതൊന്നും വാസ്തവമല്ല എന്നൊക്കെ നെഞ്ചത്തിട്ടലക്കുകയാണ് നേതാക്കൾ. അതേസമയം പത്മകുമാറും വാസവനും ജാമ്യാപേക്ഷ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കൂട്ടത്തിൽ പുട്ടിന് തേങ്ങ എന്ന് പറയുന്നത് പോലെ ED പിടിമുറുക്കി എന്ന വാർത്ത ഒരു സഹതാപ തരംഗം കൂടിയാക്കിയിട്ടുണ്ട്. CPM കളമനുകൂലമാക്കാൻ നുറുക്കിപ്പണികൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ കളി നേരത്തെ കോൺഗ്രസിന് മനസ്സിലായതുകൊണ്ട് മുതിർന്ന നേതാക്കളടക്കമുള്ളവർ CPM-ന്റെ സഹതാപ തുറുപ്പ് ചീട്ട് കളത്തിലിറക്കിയ സമയം നോക്കി അത് വെട്ടുകയും ചെയ്തിരിക്കുന്നു. അതിലൊന്നാമനായിരുന്നു മുരളീധരൻ. ഇവിടെ ED പിണറായിയെ പേടിപ്പിക്കുന്ന പോലെ തോന്നും, പക്ഷെ ഒന്നുമില്ല, ഇതൊരു അണ്ണനും തമ്മിയും കളി മാത്രമാണെന്നാണ് മുരളീധരൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ മാങ്കൂട്ടം എവിടെ എന്നൊരു ചോദ്യത്തോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ എവിടെയെന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ സിഗ്നൽ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ അവതാരകൻ അരുൺ ലൈവ് ഷോ ആയി കോഫി വിത്ത് അരുണിൽ സന്ദീപ് വാര്യരുടെ ഒരു ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ഇതോടെ സന്ദീപ് വാര്യർ ഇനി ഒളിവിൽ പോയോ എന്ന ചോദ്യം അരുൺ കുമാർ ചോദിക്കുകയാണ്. കേസിൽ 5ാം പ്രതിയായ രാഹുൽ ഈശ്വർ അറസ്റ്റിലായതോടെ കാര്യങ്ങൾ ഗൗരവകരമായി എന്ന് തിരിച്ചറിഞ്ഞ മറ്റു പ്രതികൾ പോലീസിന്റെ പിടിയിലാകാതെ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് അവർ ഉയർത്തുന്ന വാദം. സന്ദീപ് വാര്യർ ACJ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് പരിഗണിച്ച് ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അദ്ദേഹമുള്ളത്. എന്നാൽ പോലീസ് പറയുന്നത് അതിജീവിതക്കെതിരെ സമാനതകളില്ലാത്ത രീതിയിലുള്ള അധിക്ഷേപം പ്രതികളിൽ നിന്നുണ്ടായിട്ടുള്ളതായും ഇതിനു പിന്നിൽ സംഘടിതമായൊരു നീക്കം നടക്കുന്നുണ്ടെന്നും ആണ്. അതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ രാഹുൽ ഈശ്വറിൻ്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ പരിശോധിച്ചപ്പോൾ യുവതിയുടെ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ശേഖരിച്ചു വെക്കുകയും മറ്റുള്ളവരുമായി അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ ഒരു ചിത്രമാണ് ഈ അധിക്ഷേപങ്ങൾക്ക് മൂലകാരണമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു നടക്കുകയാണ്. ഈ ചിത്രം ഉപയോഗിച്ചാണ് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ള പലരും രാഹുൽ ഈശ്വറിനെ പോലുള്ളവരും ലൈംഗിക ചുവയോടുകൂടിയുള്ള അധിക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയത് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ മാങ്കൂട്ടം പോളോ കാറിൽ രക്ഷപ്പെട്ടത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലേക്കാണോ എന്ന ചോദ്യവും മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ ഒളിവിലാണോ എന്ന ചോദ്യവും വരുന്നുണ്ട്.